നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എന്തിലായിരുന്നു? ഭാവബലത്തിൽ. അപ്പോൾ ഭാവബലത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. ജെമിനി അസ്ട്രോളജി തൽക്കാലം അവിടെ നിർത്തി. ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ജെമിനി സൂത്ര പോലുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ അതിനകത്ത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അത് മേടിച്ച് വായിച്ച് പഠിക്കാം. ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ മേടിച്ച് വായിക്കാവും. നെറ്റിലൊക്കെ ഒരുപാട് അറിവുകൾ പലതരത്തിലുണ്ടാകും, പക്ഷേ എല്ലാം ഒന്നും ആധികാരികമല്ല. പല വ്യത്യസ്ത അഭിപ്രായമായിട്ട് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ജെമിനി അസ്ട്രോളജിയെക്കുറിച്ചുള്ള ബെസ്റ്റ് ബുക്സിനെ നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യുക. അത് 3-4 വരും. അതിലൊരെണ്ണമാണ് ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ ജെമിനി സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ആ ബുക്ക് വാങ്ങുക. അതുപോലെ തന്നെ കെൻ റാവുവിൻ്റെ ജെമിനി സൂത്രയെ ബേസ് ചെയ്തിട്ടുള്ള ചില പഠനങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിച്ച് വേണ്ടത് ചെയ്തു കൊള്ളുക. ജെമിനി അസ്ട്രോളജിയിൽ ഇനിയും ജെമിനി ദശകൾ, ചരദശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദശകൾ, അതുപോലെ തന്നെ ആത്മകാരകനാണ് നമ്മൾ പ്രധാനമായിട്ട്, പിന്നെ അമാത്യകാരകൻ, അതുപോലുള്ള പല കാരകന്മാരും ഓരോരോ ഭാവത്തിൽ നിന്നുള്ള ഫലമൊക്കെ ആ ടെക്സ്റ്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അത് വായിക്കുക. മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ആ വിഷയം ചിലപ്പം കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. കാരണം നമ്മുടെ വീഡിയോസ് വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ, കുറച്ച് കമൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റുകളും പറഞ്ഞു പോവാം. ആവശ്യക്കാർ പറയുന്ന മിക്ക കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം ഗുളികൻ്റെ ഫലമാണ്. ഗുളികൻ്റെ ഫലം മാന്തി 2 ഉണ്ട്. ഗുളികനും ഉണ്ട്, മാന്തിയുണ്ട്. ഇത് രണ്ടാണ്. നമുക്ക് വിശദമായിട്ടൊരു ക്ലാസ് എടുക്കേണ്ടത് കൊണ്ടാണ് ഞാനത് ഈ കുറച്ച് മുന്നോട്ട് പോയിട്ടത് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. കാരണം ശനിയുടെ ആദ്യ യാമങ്ങളും അവസാനത്തെ യാമങ്ങളും, യാമഗുളികൻ വേറെയാണ്. ഇതൊക്കെ നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് വ്യത്യസ്ത ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലം എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഗുളികനെക്കുറിച്ച് സ്ഥിരം ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഗുളികൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു പരിധിയിൽ നിന്നല്ല, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയാതെ ഞാൻ ഗുളികനെക്കുറിച്ച് പറയുന്ന സമയത്ത് നോക്കാം. നമ്മളിന്ന് 6th ഹൗസിലേക്കാണ് പോകുന്നത്. 6ാം ഭാവത്തെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുക. അതിൽ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വീണ്ടും 6ാം ഭാവത്തിലേക്ക് നീങ്ങാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഭാവമാണ് 6, 8, 12. പ്രാരാബ്ധ കർമ്മങ്ങളെ വളരെ എവിഡൻ്റായിട്ട് കാണിക്കുന്ന ഒരു ഭാവമാണ് 6ാം ഭാവം. 6ാം ഭാവം എന്ന് പറയുന്നത് തന്നെ ദൃഢഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ദൃഢഫലം എന്ന് പറയുന്നത് പ്രധാനമായും ദശയാണ്. അത് ഞാൻ ആ ദൃഢഫലത്തെക്കുറിച്ച് വരാഹമിഹിരാചാര്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയാം. അത് ദൃഢഫലം, ദൃഢാദൃഢഫലം, അദൃഢഫലം എന്നിവയെക്കുറിച്ച് ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദശാധ്യായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനം ദൃഢഫലം ദശ തന്നെയാണ്. അപ്പോൾ 6, 8, 12 ഭാവാധിപൻ്റെ ദശ നടക്കുമ്പം ദൃഢമായിട്ട് ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിനും 3 പേർക്കും ബലമില്ലെങ്കിൽ, 6ാം ഭാവാധിപന് ബലമില്ലെങ്കിൽ, 6ാം ഭാവത്തിൻ്റെ കാരകന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾക്കും, കുജനും ശനിയാണ്, അവർക്ക് ബലമില്ലെങ്കിൽ, ബലമില്ലാത്തൊരു ഗ്രഹമാണ് 6ൽ നിൽക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കാരകന് ബലക്ഷയമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 6ാം ഭാവത്തിൻ്റെ ഫലം വളരെ എവിഡൻ്റായിട്ട് അനുഭവിക്കുകയും ചെയ്യും. പൊതുവേ 6, 8, 12ൻ്റെ ഫലം നമുക്ക് കുറേ ലെസൺസ് തരുന്നതാണ്. ഡെപ്റ്റാണ്. പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്, പ്രാരാബ്ധ കർമ്മങ്ങളാണ്. അപ്പം നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സിക്സ്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുസ്ഥാനം അല്ലേ? 6ാം ഭാവം ശത്രുസ്ഥാനമാണ്, രോഗസ്ഥാനമാണ്, രോഗഭാവമാണ് 6ാം ഭാവം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയും വെല്ലുവിളികളെയും, ആർക്കാണ് ശത്രുവിനെ ഇഷ്ടം, ആർക്കാണ് കടത്തിനെ ഇഷ്ടം, ആർക്കാണ് വെല്ലുവിളികളെ ഇഷ്ടം, ആർക്കാണ് രോഗം ഇഷ്ടം, നമ്മളെ നിസ്സഹായനാക്കി കളയുന്ന ഏരിയകളാണ്, നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുന്ന ഏരിയകളാണ് രോഗം, കടം, പല ഡെപ്റ്റുകളും എല്ലാം അല്ലേ? അപ്പം അതുകൊണ്ട് കഠിനമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെയും നമ്മുടെ ഈഗോ നശിച്ച് നമ്മൾ തിരിച്ചറിയുന്ന അനവധി ജീവിത വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്ന ഭാവമാണ് ഏത്? 6ാം ഭാവം. അതിലൊന്നാമത്തത് രോഗവും ആരോഗ്യവുമാണ്.
ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രോഗവും ആരോഗ്യമാണ്. ഡിസീസസ് ആൻഡ് ഹെൽത്ത്, അസുഖങ്ങൾ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ഭക്ഷണക്രമം, നമ്മുടെ ആരോഗ്യശീലങ്ങൾ. 6 ഹൗസ് എന്ന് പറഞ്ഞാൽ റുട്ടീനാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യശീലങ്ങൾ, ചികിത്സ എന്നിവയെല്ലാം ഈ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ നിമിത്തമുണ്ടാകുന്ന രോഗങ്ങൾ. ഒരു ശ്ലോകമുണ്ട്, അത് മനഃശരീരയോർസ്ഥാപ പരസ്പരമനുരചയത് ആധാരാധേയഭാവേന തപ്താജ്യകടയോരിവ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ശരീരത്തെയും, ശരീരത്തിനതൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് മനസ്സിനെയും നന്നായി ബാധിക്കും. മനോവ്യഥകൾ രോഗത്തിന് കാരണമാകുമെന്ന് അഷ്ടാംഗഹൃദയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ, ഈ ഞാനിപ്പോൾ പറഞ്ഞ അഷ്ടാംഗഹൃദയം സർവാംഗസുന്ദരി വ്യാഖ്യാനമാണ്. അപ്പം അതിൽ വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പം അത് നിമിത്തം വാതപിത്ത കഫങ്ങൾക്ക് വ്യത്യാസം വരുമെന്നും മനസ്സിനുണ്ടാവുന്ന ക്ഷതങ്ങൾ അത് ശരീരത്തെ ബാധിക്കുമെന്നും താങ്ങാൻ പറ്റാത്ത വേദനകൾ രോഗമായി ഭവിക്കുമെന്നും പറയുന്നു. അതിനാൽ മാനസിക വിഷയങ്ങൾക്ക് ഉപഹാരം കൊണ്ട് ശാന്തത കിട്ടുമെങ്കിൽ അത് രോഗശാന്തിക്ക് കാരണമാവും. അപ്പം മാനസിക വിഷയങ്ങൾക്ക് മരുന്നിനെ ആശ്രയിക്കുന്നിടത്ത് ആശ്രയിക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് പാട്ട് കേട്ടാൽ, പുറത്തേക്ക് ഇറങ്ങിയാൽ, നന്നായി സഹകരിച്ചാൽ, ആൾക്കാരുമായി സ്വസ്ഥമായിട്ടിരുന്നാൽ, സൗഹൃദത്തിലിരുന്നാൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സൗഹൃദങ്ങൾ നിമിത്തമുണ്ടായ വേദനയാണെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് മാറ്റമുണ്ടാകുമെങ്കിൽ അത് രോഗത്തിന് ശാന്തമായി തീരും. പ്രധാനമായിട്ടും 6-ാം ഭാവം ഡിസീസ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ അസുഖങ്ങളും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ഭക്ഷണക്രമങ്ങളും ആരോഗ്യ ശീലങ്ങളും നമ്മുടെ ചികിത്സ, നമുക്ക് വേണ്ട ചികിത്സയും എല്ലാം 6th ഹൗസ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ രോഗം വരാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. നക്ഷത്രങ്ങൾ ഓരോ അവയവത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കാലാങ്കാനി വരാങ്കമാന ഗുരു എന്ന് പറയുന്ന ഒരു രാശിയുടെ ഒരു വിഷയമുണ്ട്. അതും ഓരോ ഭാവത്തിൻ്റെ ഓരോ അവയവങ്ങളെ സൂചിപ്പിക്കും. അപ്പോൾ ഇവിടൊക്കെ അസുഖങ്ങൾ വരാം, ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ അസുഖങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങളും രാശിയും മാത്രമല്ല, ദ്രേക്കാണങ്ങളും എന്ന് പറഞ്ഞ രാശിയെ 3ആയിട്ട് തിരിക്കുന്നതാണ്. ആ 3ആയിട്ട് തിരിക്കുന്നതിൻ്റെ ഓരോ ഭാഗങ്ങളും ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പം 6-ാം ഭാവത്തിൻ്റെ ഒന്നാമത്തേത് രോഗവും ആരോഗ്യവുമാണ്. രണ്ടാമത്തത് എനിമീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സാണ്. നമ്മുടെ റെഗുലർ ലൈഫിലെ, നമ്മുടെ ഡെയിലി ലൈഫിലെ നമ്മുടെ ശത്രുക്കളും നമ്മുടെ എതിരാളികളുമാണ് ഈ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 6-ാം ഭാവം പറയുന്ന കാര്യം. ജീവിതത്തിലെ ശത്രുക്കൾ, തർക്കങ്ങൾ, മത്സരബുദ്ധി, നിയമപരമായ പ്രശ്നങ്ങൾ, റൊട്ടീനിലുള്ള വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ 6th ഹൗസാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഈ 6-ാം ഭാവത്തിനുണ്ടാവുന്ന ദുരിതങ്ങൾ, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുന്നിടം വരെ പരമാവധി ആരോടും പറയാതിരിക്കുക എന്നുള്ളത്. അഥവാ പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഉയർന്ന ചിന്താഗതിയും ഉയർന്ന എനർജിയും ഉയർന്ന തലത്തിലും നിൽക്കുന്നവരോട് മാത്രമേ പറയാവൂ. കാരണം അവർക്കൊരു കുശുമ്പ് വരാനുള്ള സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ജീവിതാനുഭവങ്ങളുണ്ട്, പല കാര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും പലർക്കും ഉള്ളിൽ ഭയങ്കര വിഷമായിരിക്കും. നമ്മളങ്ങനെ രക്ഷപ്പെടുന്നതിലൊന്നും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. എക്കാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതും ഇടപെടുന്നതും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും അറിവുകളെക്കുറിച്ചും നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മുടെ വിഷമങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയേണ്ടത്, അല്ല ഓപ്പൺ ആവേണ്ടത് നമ്മളെക്കാളിലും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് വേണം. എല്ലാം കൊണ്ടും ഏത് രീതിയിലും നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് വേണം. എന്തെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു നാരോ മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അതിന് വേണ്ട കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഉയർന്ന തലം എന്ന് പറയുമ്പോൾ ഈ പുറമേ കാണുന്ന ഉയർന്ന തലമല്ല കേട്ടോ, വ്യക്തിഗുണമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
വ്യക്തി ഗുണം ഉണ്ടെങ്കിലേ മറ്റുള്ള എല്ലാ സറൗണ്ടിങ്സും കൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ. അല്ല എല്ലാ സറൗണ്ടിങ്സും ഉണ്ടായിട്ടും വ്യക്തി ഗുണം ഇല്ലെങ്കിൽ സ്വന്തം മോനെ എടുത്ത് കൊല്ലാൻ നോക്കിയ ഹിരണ്യകശിപുവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഹിരണ്യകശിപു രാജാവായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സാധന ഉണ്ടായിരുന്നു, ഈശ്വരോപാസന ഉണ്ടായിരുന്നു. പക്ഷേ ആ മാതിരി കടുത്ത ഈഗോയും കൂടെ ഉള്ളതുകൊണ്ട് സ്വന്തം മകനെ, തനിക്കെതിരെ നിന്ന കൊച്ചു കുഞ്ഞിനെ ഏത് രീതിയിലും തല്ലിക്കൊല്ലാൻ വേണ്ടി നോക്കിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് രാജാവാണ്, വലിയ ആളാണെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സുകൊണ്ട് വലിപ്പമുള്ള ഒരാളോടെ വേണം നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ, അല്ലെങ്കിൽ നമുക്കൊരു സഹായം വേണമെങ്കിൽ നമ്മൾ സ്വീകരിക്കാനും അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുമാവണം എന്നുള്ളതാണ് എൻ്റെ വളരെ ശക്തമായ അഭിപ്രായം. അപ്പോൾ അത് നോക്കേണ്ടതും ഈ 6th ഹൗസിൻ്റെ പ്രത്യേകതയാണ്. 6th ഹൗസ് കൊണ്ടാണ്, 6th ഹൗസിൻ്റെ ബലം ഈ വിഷയങ്ങളിലുള്ള ഭീതി, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഭീതിയെയും കൂടെ സൂചിപ്പിക്കും. അവിടെ ഓരോ പ്ലാനറ്റ് നിൽക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഭീതിയെയും കൂടെ സൂചിപ്പിക്കും. നമ്മുടെ ടെൻഷൻ, അതായത് നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കൂടെ കാണിക്കും. അതുപോലെ തന്നെ കടബാധ്യതകളും ഫിനാൻഷ്യൽ ലയബിലിറ്റീസും 6th ഹൗസാണ്. ലോണുകൾ, കടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, നിത്യജീവിതത്തിലെ നമ്മുടെ പ്രാരാബ്ധങ്ങൾ. നിത്യജീവിതത്തിൽ നമ്മൾ പറയത്തില്ല, ചില പ്രാരാബ്ധങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തു വെക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നു. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉള്ള ആൾക്കാർ, ഇതെല്ലാം 6th ഹൗസ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ലയബിലിറ്റീസ്, ഡെപ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് സൂചിപ്പിക്കുന്നത് 6th ഹൗസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ജോലി, സേവനം, വർക്ക് ആൻഡ് സർവീസ്. സർവീസ് എന്ന് പറയുമ്പം നമ്മുടെ ദൈനംദിന ജോലി, പാഷൻ അല്ലട്ടോ, പാഷൻ 10 കൊണ്ടാണ് പറയുന്നത്. നമ്മളൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത്, തൊഴിൽ സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ, കീഴ് ജീവനക്കാർ, സേവനാ മനോഭാവം, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസുകൾ, മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് 6th ഹൗസാണ്. 6th ഹൗസിലാണ് നമ്മുടെ ഡെയിലി കാര്യങ്ങളെല്ലാം, നിത്യജീവിതത്തിലെ ഡെയിലി രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു. സാമൂഹികമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ സാഹചര്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ 6th ഹൗസാണ് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഒറ്റ ഗ്രഹം കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ. ഈ നവരസങ്ങളിലൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ നവഗ്രഹങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിലൂടെ നമുക്ക് സൂചനയായിട്ട് തരും. മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ഒറ്റ ഗ്രഹം മാത്രമല്ല, ഒരു ഗ്രഹം, ഒരു ഭാവം എന്ന് പറയുന്നത് ഒരു ഏരിയയാണ്, ഒരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിനെ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മളുടെ സേവന മനോഭാവം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് 6th ഹൗസാണ്. അതുപോലെ തന്നെ നമ്മുടെ തടസ്സങ്ങളും വെല്ലുവിളികളും, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതൊക്കെ 6ാം ഭാവം കൊണ്ടാണ് തീരുമാനിക്കുന്നത്. 6ാം ഭാവത്തിൻ്റെ ബലം ശത്രുക്കളെ ജയിക്കുന്നതിൽ, ജീവിതമാകുന്ന യാത്രക്കിടയിലുള്ള സർവ്വശത്രുക്കളെയും, ദൈനംദിന ജീവിതത്തിലുള്ള സർവ്വ ഒബ്സ്റ്റക്കിൾസിനെയും ചലഞ്ചസിനെയും എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെ 6th ഹൗസ് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ റൊട്ടീൻ, ഒരു വ്യക്തിയുടെ ചിട്ടയായ ജീവിതക്രമം എന്നിവയും ഈ ഭാവത്തിൻ്റെ സൂചനകളാണ്. അതുപോലെ തന്നെ 6ാം ഭാവം ദൈനംദിന ജീവിതമായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ പറയും 6th ഹൗസ് ദോഷമുണ്ടെങ്കിൽ വീട്ടിൽ പെറ്റ്സിനെ വളർത്തണമെന്ന് പറയും. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ അതിനങ്ങ് പൊക്കോളൂ എന്ന് പറയും. അതൊരു പരിധി വരെ അത് ശരിയായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങൾ പലപ്പോഴും കന്നുകാലികളിലേക്ക് അത് ബാധിക്കുന്നതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻഷ്യലാണ്. അത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ അത് മനസ്സിലാവുകയും ചെയ്യും. യുക്തി കൊണ്ട് ഇവിടെ ഒന്നും ലോജിക്കും യുക്തിയൊന്നും കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളർത്തുമൃഗങ്ങൾ, പെറ്റ്സിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. നമ്മളുടെ സേവനം നൽകിയ നമ്മുടെ ചെറിയ ഈ ഒരു ജീവിതത്തിനിടയിൽ
നമ്മുടെ ലോകത്തിൽ ചില ജീവികളോടുള്ള നമുക്കുള്ള സ്നേഹം, പഞ്ചമഹായജ്ഞങ്ങളിൽ മറ്റു ജീവജാലങ്ങളോടുള്ള നമ്മളുടെ സ്നേഹം, നമ്മുടെ വീട്ടിലൊരു കൂട്ടായിട്ട് ഇതിനെ വളർത്തുന്നത്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ജർമ്മനിയിലുള്ളൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ പലപ്പോഴും ബന്ധങ്ങളെക്കാട്ടിലും കൂടുതൽ സ്നേഹം പട്ടികളോടാണ്. ഒരു പട്ടിക്ക് 10-15 വർഷം ആയുസല്ലേ ഉള്ളൂ. അപ്പോൾ അവർ വളരെ സ്നേഹത്തോടുകൂടി സ്വന്തം മക്കളെക്കാട്ടിലും സ്നേഹത്തിൽ പട്ടിയെ വളർത്തും. പട്ടിക്ക് ഇത്ര വർഷത്തെ ആയുസ് കഴിയുമ്പോൾ പട്ടി മരിക്കും. ഇവർ വലിയ ട്രോമയിലേക്കും ഡിപ്രഷനിലേക്കും പോകും. അപ്പം ഇവർ പിന്നീട് മേടിക്കുന്ന പട്ടി വന്ന് അതുമായിട്ടൊന്ന് സെറ്റായി പഴയ പട്ടിയുമായിട്ടുള്ള ഓർമ്മകളെല്ലാം മാറി, പെറ്റ്സുമായിട്ടൊക്കെയുള്ള ഓർമ്മകൾ മാറി പുതിയൊരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഇവരൊന്ന് സെറ്റാവുന്നത്. അപ്പോൾ അയാളൊന്ന് പറഞ്ഞൊരു കാര്യം, ചെല്ലുമ്പോഴേ ചോദിക്കും, ഇത് ഫസ്റ്റ് പട്ടിയാണോ അല്ലെങ്കിൽ ആദ്യത്തെ ഡോഗാണോ നിങ്ങളുടെ, രണ്ടാമത്തെ ആണോ? അപ്പോൾ രണ്ടാമത്തെ ഡോഗിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടുതൽ കെയറിങ് തരത്തക്ക രീതിയിൽ ആ ഡോഗിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഡോഗിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടി സ്നേഹം തരുന്ന ഒരു ഡോഗായിരിക്കും രണ്ടാമത്തേത്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ രോഗം ജീവിതത്തിലൊരു വലിയ ദാരിദ്ര്യമാണ് പലപ്പോഴും. ബന്ധങ്ങളില്ലാതെ വരുന്നതും ഒറ്റപ്പെടുന്നതും. ഐസൊലേഷൻ 6th ഹൗസാണ്. 8th ഹൗസും ഉണ്ട്. അത് വളരെ രഹസ്യമായിട്ടുള്ള മെൻ്റൽ ഐസൊലേഷനാണ് 8th ഹൗസ്. അത് നമുക്ക് പഠിക്കാം. 6th ഹൗസ് എന്ന് പറയുന്നത് ഐസൊലേഷനാണ്, ഒറ്റപ്പെടലാണ്. അത് നമുക്ക് ഒരു രോഗം പോലെയാണ്. ദാരിദ്ര്യം ഒരു രോഗമാണ്. അതുപോലെ തന്നെയാണ് ഐസൊലേഷൻ, ഒറ്റപ്പെടലും ഒരു രോഗമാണ്. അത് ചിന്തിക്കുന്നത് 6ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 6ാം ഭാവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ 6ാം ഭാവത്തിന് ബലമുണ്ടായാൽ എന്താണ് ഫലം എന്നുള്ളത്, 6ാം ഭാവത്തിൽ നിൽക്കുന്ന ആ വിഷയത്തിന് ബലമില്ലെങ്കിൽ എന്തൊക്കെ പ്രതികൂലാവസ്ഥകളായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.